ശ്രീ VPP മുസ്തഫ, അങ്ങേക്ക് മറുപടി നൽകാം. വിമർശനങ്ങൾക്ക് അങ്ങേക്ക് പരിമിതിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും പാർട്ടി പരിശോധിക്കേണ്ടതായ ചില കാര്യങ്ങൾ അങ്ങേക്കും പറയാമല്ലോ. എല്ലാവരും ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ വ്യത്യസ്തമായ പ്രതികരണങ്ങളായി വരുന്നതെങ്കിൽ അങ്ങേക്കും പറയാം തുറന്നു. പിന്നെ നിങ്ങളിവിടെ ഇപ്പോൾ കുറച്ച് സമയം കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ പാർട്ടി തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ എന്താ വിമർശനങ്ങളില്ലെങ്കിൽ ഈ പാർട്ടി ഉണ്ടോ? ഞങ്ങളുടെ എല്ലാ യോഗത്തിലും, ഞങ്ങളുടെ യോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ പരിഹസിച്ചോളൂ, നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞോളൂ. പക്ഷെ ഞങ്ങളുടെ യോഗങ്ങളുടെ ഒരു അജണ്ട തന്നെ ചർച്ച എന്നാണ്. ചർച്ച നടത്തുന്നത് രാജാവേ സ്തുതി എന്ന് പറയാനല്ല, വിമർശനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉന്നയിക്കാറുള്ളത്. അതിപ്പോൾ ചെക്കുട്ടി കേൾക്കുന്നില്ലെങ്കിൽ അത് സെലക്റ്റീവായിട്ട് മാത്രമേ അദ്ദേഹം കേൾക്കുള്ളൂ എങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ നോക്കി, നാലാം തീയതി വോട്ടെണ്ണി ഞങ്ങൾ പരാജയപ്പെട്ടപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നു. ആ പ്രസ്താവന ചെക്കുട്ടി വായിക്കുന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആദ്യത്തെ ഖണ്ഡിക ഒഴിച്ച് മുഴുവൻ കാര്യങ്ങളും, ബാക്കി താഴേക്ക് പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ കൊണ്ടുവന്ന വികസന പദ്ധതികൾ ഞങ്ങൾ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ എന്ന വാചകങ്ങളാണ്. ഇനി അത് പറയേണ്ട കാര്യമില്ലെന്നേ. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ, അത് അനുഭവഭേദ്യമാകുമ്പോൾ അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ലേ എന്നുള്ള വാചകങ്ങൾ അപ്പുറത്ത് കേൾക്കുന്നത് നിങ്ങളെന്തോ ഔദാര്യം നൽകുകയാണെന്ന മട്ടിലാണ്. അതങ്ങനെ കേൾക്കുന്ന രീതിയിൽ കേൾക്കുന്നവരുടെ പ്രശ്നമാണോ, അതോ നിങ്ങൾ പറയുന്ന രീതിയുടെ പ്രശ്നമാണോ? അത് പരിശോധിക്കേണ്ടതാണല്ലോ. നിങ്ങളുടെ പരാജയം വരുമ്പോൾ പരാജയ കാരണങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്, അല്ലെങ്കിൽ പിഴവ് പറ്റിയെന്നാണ് പറയേണ്ടത്. അല്ലാതെ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഇത് അത്രയും ചെയ്ത് ഇത്രയും വികസനം നടപ്പാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ തോറ്റു എന്ന് ബോധ്യമാകുന്നില്ല എന്ന രൂപത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയാൽ എങ്ങനെയാണ്? ഞാനത് വായിച്ചതാണ്. എന്നാൽ CPയുടെ പ്രസ്താവനയും ഞാൻ വായിച്ചതാണ്. CPയുടെ പ്രസ്താവനയിൽ ആ പിഴവ് അംഗീകരിക്കുന്നുണ്ട്, വിനയത്തോടെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, ആ ബോധ്യത്തിൽ നിന്ന് തിരുത്തുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും അപ്പുറത്ത് കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ചിലത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. ഞങ്ങളുടെ പ്രസ്താവനയിലെ ഒരു വാചകം, ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞു. ഞാനൊരു വാചകം വായിക്കാം. CPIM 4-ാം തീയതി വൈകുന്നേരം ഇറക്കിയ പ്രസ്താവനയിലെ ഒരു വാചകം ഞാൻ വായിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് സ്മൃതി കാണാതെ പോയെന്ന് ഞങ്ങളില്ല. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് വന്ന പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് വന്ന പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിനപ്പുറം എന്താണ് ഇനി ഒരു വിനയത്തിൽ പറയേണ്ടത്? അതിനടുത്ത ഖണ്ഡിക എന്ന വാക്ക് പ്രത്യേകം ചേർത്തില്ല എന്നുള്ളതാണ്. അത് ചേർക്കണം, അത് ചേർക്കണം, അത് പ്രധാനമാണ്. അത് ചേർക്കണം, കാരണം അത് പല രൂപത്തിൽ വായിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് സമയം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഉള്ള മറുപടി നിങ്ങളിങ്ങനെ ഫ്ലോ തടസ്സപ്പെടുത്തരുത്. ഇല്ല, പറഞ്ഞോളൂ. നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അത് ബാക്കിയിലേക്ക് വെക്കൂ. നിങ്ങൾ പറയുന്നത് എന്താ? CPIയുടെ പ്രസ്താവനയിൽ വിനയം പറഞ്ഞു, ഞങ്ങളിത് പരാജയമേ അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണല്ലോ താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അത് ശരിയല്ല. CPIMന്റെ പ്രസ്താവനയിൽ പരാജയം അംഗീകരിച്ചു, ഞങ്ങൾക്ക് പോരായ്മ വന്നിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞു. വന്ന പോരായ്മകൾ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നാളെ അന്വേഷിച്ചിട്ട് കണ്ടെത്തുന്ന പോരായ്മകൾ എന്നല്ല പറഞ്ഞത്. വന്ന പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇതിങ്ങനെ പ്രസ്താവനയിൽ 4-ാം തീയതി തന്നെ ഇറക്കിയ ഒരു പാർട്ടിയെ കുറിച്ച് അതിന്റെ കൂട്ടായ നേതൃത്വം, ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവന, അതിലെ ഈ വരി കാണാതിരിക്കുകയും എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറയുകയും ചെയ്യുന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞു, ഞാൻ ഈ പ്രസ്താവന മാത്രം വായിച്ചാൽ പോരാ, അതിനുശേഷമുള്ള വരികൾ പറയണം. എന്നാൽ പിന്നെ നിങ്ങൾ എന്താ MM മണി സഖാവ് പറഞ്ഞ ആ വാചകം പറയുമ്പോൾ അതിനുശേഷമുള്ള വരികൾ പറയാത്തത്? MM മണി സഖാവ് ജനങ്ങളെ വിഡ്ഢികൾ എന്ന് വിളിച്ചു, വോട്ട് ചെയ്ത ജനങ്ങളെ. അതിനുശേഷം പറഞ്ഞത് എന്താ? ആ പ്രസ്താവന കൂടി, ആ വാചകം കൂടി നിങ്ങൾ എന്താ അതിനോട് ചേർക്കണ്ടേ? അതിൽ അദ്ദേഹം പറയുന്നത് എന്താ? കണ്ടില്ലേ കോൺഗ്രസിലെ തമ്മിലടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി. ഇത് ചേർത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആ കോൺഗ്രസിൽ ഇങ്ങനെ അധികാരം റിസൾട്ട് വരുന്നതിന് മുമ്പ്, ആ വാചകം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കലഹിക്കുന്ന ഈ കോൺഗ്രസിനല്ലേ നിങ്ങൾ വോട്ട് ചെയ്തത്? അങ്ങനെ ആ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ വിഡ്ഢികളാണ്. അതിലെ ഒരു വാചകം ഞാൻ തീർക്കട്ടെ.
എം എം മണിയെ ന്യായീകരിക്കണോ പിണറായി വിജയൻ ന്യായീകരിക്കണോ അതൊക്കെ നിൽക്കട്ടെ, ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ഇടപെട്. ഞാൻ പറഞ്ഞെന്താ, ഇവിടെ സ്മൃതി ഇപ്പം എന്നോട് പറഞ്ഞത് CPIM പ്രസ്താവനയിലെ ഒരു വാചകം ഞാൻ വായിക്കുമ്പോൾ പറഞ്ഞത് അത് മാത്രം പോരാ, അടുത്ത ഖണ്ഡിക പറയണമെന്നാണ്. അത് സ്മൃതി ഇപ്പം പറഞ്ഞ വാചക. ആ ന്യായം എന്തേ എം മണിയുടെ പ്രസ്താവന വായിക്കുമ്പോൾ നിങ്ങൾക്കില്ലാത്തത്? എം മണി പ്രസ്താവിച്ചതിന്റെ ബാക്കി വാചകങ്ങൾ ഞാൻ പറയുമ്പോഴെന്തേ പിന്നെ വേറെ ന്യായം കൊണ്ട് വരുന്നത്? അതുകൊണ്ട് ഇവിടെ പ്രശ്നം എന്താ? നിങ്ങൾ ഇവിടെ പറഞ്ഞു പിണറായി വിജയൻ വിമർശിക്കപ്പെടണ്ടേ. എന്താ സംശയം? 70-80 വർഷമായി കമ്മ്യൂണിസ്റ്റുകാരനായി നിൽക്കുന്ന വിദ്യാർത്ഥി കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റുകാരനായി തുടങ്ങിയ പിണറായി വിജയൻ വിമർശനങ്ങൾക്ക് വിധേയനാണ്. അങ്ങനെ വിമർശനങ്ങൾ തൻ്റെ ചെറുപ്രായം തൊട്ട് തനിക്കുള്ള പാർട്ടി വേദികളിൽ ഉന്നയിച്ചും താൻ നേതാവായപ്പോൾ വിമർശനങ്ങൾ കേട്ടും വളർന്നു വന്നയാളാണ് ശ്രീ പിണറായി വിജയൻ. അതിലൊന്നും ഒരു തർക്കവും ആർക്കും ഇല്ലല്ലോ. നിങ്ങളിങ്ങനെ വല്ലാതെ മറവിയുള്ള ആളുകളൊന്നും അല്ലല്ലോ. സ്മൃതിനാശമൊന്നും നിങ്ങൾക്കൊന്നും വന്നിട്ടില്ലല്ലോ. ഈ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് CPIMന്റെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങൾ നടന്നു. ആ സമ്മേളന സമയത്ത് സ്മൃതി തന്നെ എത്ര വാർത്തകൾ ഓരോ ദിവസവും CPIMന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വായിച്ചിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന്റെ ദിവസങ്ങൾ വായിച്ചിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയിൽ ഇന്ന ജില്ലയിലെ പ്രതിനിധികൾ സർക്കാരിനെ വിമർശിച്ചു, ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചു. ആലപ്പുഴ സമ്മേളനത്തിൽ, കൊല്ലം സമ്മേളനത്തിൽ, കാസർഗോഡ് സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിന് വലിയ വിമർശനം. ഇത് നിങ്ങൾ വായിച്ച വാർത്തയല്ലേ? 1.5 വർഷം മുമ്പ് 2025 ഏപ്രിലാണ് ഫെബ്രുവരിയിലാണ് CPIMന്റെ സംസ്ഥാന സമ്മേളനം നടന്നത് കൊല്ലത്ത്. ആ സമ്മേളന ദിവസങ്ങളിൽ നിങ്ങൾ വായിച്ച വാർത്തയല്ലേ? എന്നിട്ട് ആ ദിവസം വന്നിട്ട് ഈ വാർത്തകളെ കുറിച്ച് CPM സമ്മേളനത്തിൽ സർക്കാരിനെതിരെ പിണറായിക്കെതിരെ വിമർശനം എന്ന വാർത്ത വന്നതിനെ കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്ത ആളാ ചെക്കുട്ടി. എന്നിട്ടാണ് ഇപ്പൊ വന്നിട്ട് ചെക്കുട്ടി പറയുന്നത് അയ്യോ CPMൽ വിമർശനം നടക്കുന്നില്ല എന്ന്. അതുകൊണ്ട് വിമർശനമൊക്കെ നടന്നിട്ടുണ്ട്. ഈ പിണറായി സഖാവിനെ ഇനിയും വിമർശിക്കേണ്ടതുണ്ടോ, തിരുത്തേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും നടക്കും. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ശ്രീ രാജു പറഞ്ഞത് എന്താ? പിണറായി വിജയനാണ് ഡിക്റ്റേറ്റർ. ആരാ പറയുന്നത്? ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു ഏകാധിപതി. എന്നിട്ട് ആ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയിട്ട് സ്വേച്ഛാധിപത്യത്തിന്റെ അങ്ങേ തലക്കൽ കൊണ്ടുപോയവർ. എന്നിട്ട് അവരാണ് വന്നിട്ട് ഇപ്പോ പിണറായിയെ കുറിച്ച് പറയുന്നത്. ആ ഇന്ദിരാഗാന്ധി ചിക്മംഗ്ലൂരിൽ തോറ്റുപോയിട്ടില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്ക്, BJPക്കെതിരെ, അവരുടെ കേന്ദ്രഭരണത്തിനെതിരെ അതിനിശ്ചിതമായ നിലപാടുകൾ സ്വീകരിച്ച 3 സംസ്ഥാന ഗവൺമെന്റുകളുടെ മുഖ്യമന്ത്രിമാർ, അതിൽ 2 പേര് തോറ്റുപോയി. മമതാ ബാനർജി തോറ്റുപോയി. ഒരുപാട് കാലം വാഴ്ത്തിയാളാ. CPMനെ വേട്ടയാടാൻ നിന്നപ്പോൾ മമതാ ബാനർജി വലിയ ജനാധിപത്യവാദിയായിരുന്നു. ഇപ്പോ ആ ജനാധിപത്യ തത്വമൊന്നും അംഗീകരിക്കാതെ രാജിവെക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഒരു വിമർശനവും നിങ്ങൾക്കില്ല. പ്രിയപ്പെട്ട സ്റ്റാലിൻ തമിഴ്നാട്ടിൽ തോറ്റുപോയി. തോക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ ആ ഗതികേടൊന്നും പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ വന്നില്ലോ. കുറച്ച് റൗണ്ടിൽ പിറകിൽ പോയി, യാഥാർത്ഥ്യം തന്നെ. പക്ഷേ തോറ്റില്ലല്ലോ അദ്ദേഹം. ജനം അദ്ദേഹത്തെ ജയിപ്പിക്കല്ലേ എന്ന് 10,000 വോട്ടിന് താഴെ ഉമ്മൻചാണ്ടി ജയിച്ച തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടില്ലേ? 50 കൊല്ലം അദ്ദേഹം മത്സരിച്ച മണ്ഡലം, ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ 50,000 വോട്ടിന് ജയിച്ച മണ്ഡലം. പറഞ്ഞ പോയിന്റാണ്. ശരി, ശ്രീ VP മുസ്തഫ അങ്ങ് പറഞ്ഞ പോയിന്റാണ്. ശരി, അങ്ങ് പറഞ്ഞ ശരിയാണ്. അങ്ങ് പറഞ്ഞ ശരിയാണ്. നോക്കൂ, പിണറായിയെ ഒറ്റയ്ക്ക് പ്രചാരണത്തിൽ ഒറ്റ നേതാവിനെ ചൂണ്ടിക്കാണിച്ചാൽ ആ ഒറ്റ നേതാവിന് തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ പ്രസ്താവനയിൽ 2ാമത്തെ ഖണ്ഡികയിൽ ആഗോളവൽക്കരണ നയങ്ങൾ അതേപോലെ നടപ്പാക്കി തകർന്നു കിടന്ന കേരളത്തെ അതിദാരിദ്ര്യം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാക്കി മാറ്റാൻ LDF സർക്കാരിന് കഴിഞ്ഞു തുടങ്ങി. നിങ്ങളുടെ സ്ഥിരം വാചകങ്ങളാണ് വരുന്നത് എന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. 2ാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞ എം എം മണിയെ അങ്ങ് വല്ലാതെ ന്യായീകരിക്കുമ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയശേഷം പറഞ്ഞ വാചകമാണ് കിറ്റ് വാങ്ങി കൊണ്ടുപോയിട്ട്, ഞാൻ ആ വാക്കുകൾ പറയുന്നില്ല, കിറ്റ് വാങ്ങി കൊണ്ടുപോയി, അതേ വാക്ക് ഞാൻ പറയുന്നില്ല. അതിനുശേഷം നന്ദികേട് കാണിച്ചു എന്ന പ്രതികരണമാണ് നടത്തിയത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.